ചൂരൽമല ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് വീടും സ്ഥലവുമെല്ലാം നഷ്ടപ്പെട്ടു പോയ അവിടെ താമസിച്ച ജനങ്ങൾക്ക് വേണ്ടി ഒരു ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്യുകയാണ് ഗവൺമെൻറ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ടൗൺഷിപ്പ് കെട്ടിപ്പൊക്കുന്ന 5 സോണായിട്ടാണ്. 5 സോണിൽ ഏതാണ്ട് 410ഓളം വീടാണ് അവർ വിഭാവനം ചെയ്യുന്നത്. അതിലിപ്പോൾ 178 വീട് അതിൻ്റെ ഒന്നാമത്തെ സോണിൽ പണി പൂർത്തീകരിച്ച് വരികയാണ്. ഈ മാസമോ അടുത്ത മാസം ആദ്യമോ ആ സോണിൻ്റെ വീട് കൈമാറ്റം ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങളവിടെ പോയി ഞങ്ങൾ ആ വീടുകൾ കണ്ടു. ടൗൺഷിപ്പിൻ്റെ ആകെ ഭാഗം ഞങ്ങൾ കണ്ടു. അതിമനോഹരമായ നിലയിൽ പ്ലാൻ ചെയ്ത ഒരു ടൗൺഷിപ്പാണ്. ലോകത്ത് തന്നെ പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു ടൗൺഷിപ്പ് കേരളത്തിനൊരു മാതൃകയായി. 7 സെൻറ്റ് ഭൂമി, അവിടെ 1000 സ്ക്വയറിലുള്ള വീട്, അതിൻ്റെ ഒന്നാം നിലയാണിപ്പോൾ പൂർത്തിയാകുന്നത്. ഇനി വീട് ലഭിക്കുന്നവർക്ക് അതിൻ്റെ മേലെ 2ാം നില എന്ന് പറഞ്ഞാൽ കൽപ്പറ്റയിൽ നിന്ന് 1 കിലോമീറ്റർ ഇല്ല, 500-600 മീറ്ററേ ഉള്ളൂ അവിടത്തേക്കുള്ള ദൂരം. ടൗൺ തന്നെയാണ്, കൃത്യമായ ടൗണാണ്. വളരെ ചുരുക്കം ദൂരം മാത്രമേ ഉള്ളൂ. ടൗണിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിൻ്റെ ഭാഗത്താണ്. ഞങ്ങളവിടെ പോയി കണ്ടു, എല്ലാം കണ്ടു. അപ്പോൾ 178 വീടാണ് ആദ്യം ഇപ്പോഴും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് പണി നടന്നുകൊണ്ടിരിക്കുക, എല്ലാ പണിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു വലിയ ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഗ്രൗണ്ട്, അതുപോലെ തന്നെ പാർക്ക്, അതുപോലെ തന്നെ സ്കൂള്, അംഗൻവാടി തുടങ്ങിയ എല്ലാ പരിപാടികളും അതിൻ്റെ ഭാഗമായിട്ട് ഈ കൽപ്പറ്റ ടൗണിൻ്റെ ഒപ്പം തന്നെ ചേർന്ന് ഈ ടൗൺഷിപ്പ് ഉണ്ടാകുന്നുണ്ട്. അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗവൺമെൻറ് ഈ രീതിയിൽ വീട് കൈമാറാൻ തീരുമാനിച്ച് പോകുമ്പോൾ ചില ആളുകൾ, അതിൽ രാഷ്ട്രീയമുള്ളവരൊക്കെ തന്നെ, കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ 230 വീട് കൊടുക്കുന്നു. 230 എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ 100, രാഹുൽ ഗാന്ധിൻ്റെ 100, 30 യൂത്ത് കോൺഗ്രസ്, അങ്ങനെ 230 വീട്. മാത്രമല്ല, അവർ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ആഹ്വാനമനുസരിച്ച് കോടാനുകോടി ഉറുപ്പിക ജനങ്ങൾ ഗവൺമെൻറ്റിന് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജീവനക്കാരോടും ഫണ്ട് വാങ്ങാൻ വേണ്ടി പറഞ്ഞു, 1 മാസത്തെ ശമ്പളത്തെ പറ്റി പറഞ്ഞു. ഇങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ അവർ ആ ഓർഡറെല്ലാം എടുത്ത് കത്തിച്ചു, കോൺഗ്രസ് അനുകൂല സംഘടനകൾ. എന്നിട്ട് പറഞ്ഞു, ഒരു നയാ പൈസയും കൊടുക്കാൻ പാടില്ല, ദുരിതാശ്വാസ നിധി കൊടുക്കാൻ പാടില്ല. MLA-മാരും MP-മാരും ഓരോ മാസത്തെ ശമ്പളം കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാം ശമ്പളം കൊടുത്തവരാണ്. പക്ഷേ ഈ വയനാട് ഉൾപ്പെടെയുള്ള മേഖലയിലെ MLA MP ഒന്നും ശമ്പളവും കൊടുത്തില്ല, അതുപോലെ തന്നെ സംഭാവനയും കൊടുത്തില്ല. കൊടുക്കാൻ പറ്റില്ല എന്നാണ് അവർ, രാഷ്ട്രീയമായ തീരുമാനമാണെന്നാണ് അവർ തീരുമാനിച്ചത്. എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ പ്രത്യേക ആപ്പ് വഴി ഫണ്ട് പിരിക്കുകയാണ്. അങ്ങനെ അവർ കോടിക്കണക്കിന് രൂപ പിരിച്ചു എന്നാണ് അവർ തന്നെ പറയുന്നത്. പക്ഷേ അക്കൗണ്ടുമില്ല, പിരിച്ചത് എത്രയാണെന്നില്ല. അവസാനം 3.5 ഏക്കർ സ്ഥലം ഇപ്പോൾ വാങ്ങി. 3.5 ഏക്കർ സ്ഥലം വാങ്ങിയതുകൊണ്ട് അതിൻ്റെ റോഡും കാര്യങ്ങളും തീരുമ്പോഴേക്ക് എവിടെയാണ് അവിടെ ഈ പറയുന്ന 230 വീട് എടുക്കാൻ കഴിയുക? ആളുകളെ പറ്റിക്കുന്നതിന് ഒരു അതിരുണ്ടാവണ്ടേ? ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ? അതിൻ്റെ ഭാഗമായിട്ടുണ്ടായൊരു അപകടം എന്താ? ഈ സ്കീമിൻ്റെ ഭാഗമായിട്ട് ഈ ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് വരേണ്ടിയിരുന്ന ആളുകളിൽ ചിലർ, നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സഹായം ഞങ്ങൾക്ക് തന്നാൽ മതി, അപ്പോൾ അത് 15 ലക്ഷം റുപ്യയാണ്. ആ 15 ലക്ഷം റുപ്യ ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ടൗൺഷിപ്പിൽ നിന്ന് പിരിഞ്ഞ് കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ഈ രാഹുൽ ഗാന്ധിയൊക്കെ തന്നെ തരുന്ന വീടും യൂത്ത് കോൺഗ്രസ് തരുന്ന വീടൊക്കെ ആയാൽ ആ വീട് പോകാലോ എന്ന് വിചാരിച്ചിട്ട് അവർ 15 ലക്ഷം റുപ്യയും വാങ്ങിയിട്ട് പോയി. ഇപ്പം എന്താ അറിയോ? ആ 15 ലക്ഷം വാങ്ങിപ്പോയവർ തിരിച്ച് മെല്ലെ വന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഈ കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം. അപ്പോൾ ഇവരെ 15 ലക്ഷം തീർന്നു പോയിട്ടുണ്ടാവും. ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട് പറയുന്ന സ്ഥിതിയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ച് പോയതാണ്, അതൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത്. കാരണം കാർഡ് വയ്ക്കിയതല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല.